Hello, good morning. Yes, good morning. Good morning, ma'am. Yes, good morning. സുഖല്ലേ എല്ലാവർക്കും? Yes, ma'am. ma'am. Okay. Okay. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം കുറച്ച് കൂടുതൽ കുട്ടികളുണ്ടായിരുന്നല്ലോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോട്ട് ചെയ്തിരുന്നില്ല കുട്ടികളുടെ എണ്ണം. കഴിഞ്ഞ ദിവസം പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തിരുന്നു 61 എങ്ങാണ്ട് കുട്ടികളുണ്ടായിരുന്നു. ഇത് വളരെ കുറവാണല്ലോ. എന്ത് ചെയ്യാമോ? എൻഡ് ഓഫ് ദ ഡേ വീക്ക് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലെ? വീക്കെൻഡ് നമ്മുടെ ക്ലാസിന്റെ വീക്കെൻഡ് പോലെ ആയതുകൊണ്ടായിരിക്കാം. ഇന്ന് ഫൈനൽ എക്സാം ഉണ്ടല്ലേ? മേ ബി അതായിരിക്കാം. ഓക്കെ, സോ നമുക്ക് സമയം കളയണ്ട. എന്താണ് 11th അല്ലെ? 11th ബാച്ചുകാരും ഉണ്ടാകുമായിരിക്കും. 11th ഫൈനൽ എക്സാം ഉണ്ടെന്ന്. ഓക്കെ, ശരിയാ. ഓക്കെ, സോ അതിന്റെ കാരണം കൊണ്ടായിരിക്കും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞ് നിർത്തിയത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ആണ് അല്ലെ? ഡിസാസ്റ്ററിന്റെ സൈഡിൽ ഒരു ടോട്ടൽ പ്ലാൻ, ദാറ്റ് മീൻസ് മെഡിക്കൽ കമാൻഡ് പ്ലാൻ ആണ്. അതിന് വേണ്ടിയിട്ട്, അതായത് മെഡിക്കൽ കമാൻഡ് പോസ്റ്റ്, അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാനിങ് തയ്യാറാക്കാൻ, അതായത് എന്തൊക്കെയാണ്, എവിടേക്കാണ്, എന്തൊക്കെ പ്രിപ്പയർനെസ് നമ്മൾ നടത്തണം അല്ലെ? അതുപോലെ ട്രയേജ് എങ്ങനെയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും ആൻഡ് ഓൾസോ ടു ഓപ്പറേറ്റ്, അത്തരം പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കാനും, പിന്നെ അവരെ എന്താ പറയാ ഏതൊക്കെ സ്ഥലത്തേക്ക് ഇവാക്യുവേറ്റ് ചെയ്യണം, അവർക്ക് ഡ്രസ്സിങ് മറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ റിസോഴ്സസ് വേണ്ടി വരും, ഇങ്ങനെയുള്ള വേരിയസ് ആസ്പെക്ട്സ് ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെന്റുകളും അല്ലെ, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മളുടെ മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പൊ അവര് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആ ഒരു കമാൻഡ്, ആ ഒരു പോസ്റ്റ് വഴി, അതായത് അവര് കമാൻഡ് ചെയ്യും ഇന്ന സ്ഥലങ്ങളിലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള ഡ്യൂട്ടീസ് ഒക്കെ നോട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ MCP എന്നതിന്റെ ഫുൾ ഫോം ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിരുന്നോ? അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ആദ്യമായി ഈ ഒരു മെഡിക്കൽ കമാൻഡ് പോസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ they have to find out or to review what are the severity of that disaster. ആ ഡിസാസ്റ്ററിന്റെ സീരിയസ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല അവിടെ അതിനെ നമുക്ക് ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ, അതൊരു ഡിസാസ്റ്ററിനെ നമുക്ക് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റും, അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതെല്ലാമാണ് മെഡിക്കൽ കമാൻഡ് പോസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത്. ആ ഒരു സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓക്കെ, MCPയുടെ ഏറ്റവും ഫസ്റ്റ് ടാസ്ക് എന്നാണ്. ആദ്യം ഇവർ എന്താ ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവര് മൂവ് ചെയ്യേണ്ടത്. ഇതുവരെയാണ് നമ്മൾ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, സോ അടുത്തത് നമുക്ക് നോക്കാം. ഇനി സോ ഈ ഒരു എന്താ പറയാ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ട്രയേജ് എവിടെ, നമ്മുടെ ഡിസാസ്റ്റർ ഒക്കെ കഴിയുന്ന സ്ഥലത്ത് വെച്ച് നമ്മൾ ട്രയേജ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ടു ക്ലാസിഫൈ ഓർ സോർട്ട് ദ പേഷ്യൻസ്. അവിടെ ആ ദുരന്തത്തിൽ അകപ്പെട്ട വിക്ടിംസിനെ നമുക്ക് എന്ത് ചെയ്യണം, സോർട്ട് ചെയ്യണം. അതാണ് ട്രയേജ്. അവിടെ നിന്ന് ട്രയേജ് തുടങ്ങുന്നുണ്ട്. അതായത് ഏറ്റവും കാഷ്വാലിറ്റി, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ ആദ്യം കൊണ്ടുപോകണം. കാറ്റഗറി നമ്പർ 1 എന്നും 2 എന്നും 3 എന്നും ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തു. കാറ്റഗറി നമ്പർ 2 വരുന്നത് നമുക്കറിയാം ഇമ്മീഡിയറ്റ് അവിടെ തന്നെ വെച്ച് എന്തെങ്കിലും വേണമെങ്കിൽ ഒരു നഴ്സിംഗ് കൊടുക്കാം, ട്രീറ്റ്മെന്റ് കൊടുക്കാം. അത് കൂടാതെ അവർക്ക് കുറച്ചുകൂടി, അതായത് ഒരു 6-8 മണിക്കൂറൊക്കെ ഡിലേ ചെയ്താലും വലിയ പ്രശ്നമൊന്നും വരാതെ അത് കഴിഞ്ഞിട്ടായാലും ഇവരെ ഷിഫ്റ്റ് ചെയ്താൽ മതി ഹോസ്പിറ്റൽസിലേക്ക്.
ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫസ്റ്റ് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ്. അപ്പൊ അവരെ കൊണ്ടുപോയൊക്കെ കഴിഞ്ഞ് ബാക്കി ഈ ഒരു സമയത്ത് അത്രയും നേരം വരെയൊക്കെ ഇവർക്ക് കുഴപ്പമില്ല. അപ്പൊ പക്ഷെ ചിലപ്പോൾ അവർക്ക് ഈ ഡിസാസ്റ്റർ കൊണ്ടുണ്ടാകുന്ന പല ഇതിനകത്ത് വേദനയും മറ്റു കാര്യമൊക്കെ ഉണ്ടായിരിക്കും. ആ വേദന മാത്രം ഒന്ന് ശമിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റുകൾ അങ്ങനെയൊക്കെ കൊടുത്ത് അവരെ അവിടെ മാറ്റി ഇരുത്താം, അല്ലെങ്കിൽ വാക്യുവേറ്റ് ചെയ്ത് എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇരുത്താം. അതിനുശേഷം കാഷ്വാലിറ്റി ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളെ ട്രാൻസ്ഫർ ചെയ്ത് ഹോസ്പിറ്റൽസിൽ എത്തിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് കാറ്റഗറിയിലുള്ളവരെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. മാക്സിമം എന്താ പറയാ ലെസ് ടൈം ഉപയോഗിച്ച് മാക്സിമം കാഷ്വാലിറ്റീസിനെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ആയിരിക്കണം ട്രയേജില് നമ്മൾ ചെയ്യേണ്ടതും അല്ലെ. അല്ല 6-8 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്താ പറയാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് 6-8 മണിക്കൂർ കഴിയട്ടെ, അതുവരെ അവിടെ അവരെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെയില്ല. ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവരെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്തു, ക്ലീൻ ആയിട്ട് അവരെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഹോസ്പിറ്റൽസിൽ വേണ്ട ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അവിടെ വലിയ തിക്കും നിരക്കൊന്നും ഇല്ല എങ്കിൽ ഈ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോകാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി തേർഡ് കാറ്റഗറിയിൽ അതിനുശേഷം. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ചെയ്യണം. ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ട്രയേജ് പോലെ തന്നെയാണ്. പിന്നെ when the patients are arrived in the ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ എന്താ പറയാ വീണ്ടും നമുക്ക് എന്താ പറയാ ഇവരെ ഐഡന്റിഫൈ ചെയ്യണം. ഈ പേഷ്യൻസിനെ കാറ്റഗറി 1 ആണോ 2 ആണോ 3 ആണോ എന്നൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഒരു ട്രയേജ് ഇവര് നടത്തുന്നുണ്ട് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. That means to identify which patient is more critical. ഏത് പേഷ്യന്റ് ആണ് കൂടുതൽ ക്രിട്ടിക്കൽ, കൂടുതൽ ഇഞ്ചുറീസ് ആയിട്ട് വന്നേക്കുന്നത്, അല്ലെങ്കിൽ പ്രസന്റ് അല്ലെങ്കിൽ ഏറ്റവും ഏർലിയസ്റ്റ് പോസിബിൾ ടൈമിൽ എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടേണ്ട, മെഡിക്കേഷൻസ് കിട്ടേണ്ട പേഷ്യൻസ് ഏതാണ്, അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ വീണ്ടും ഒരു ട്രയേജ് ഇവിടെ നടത്തുന്നുണ്ട്. ഈ കാറ്റഗറി നമ്പർ 1-ല് ദാറ്റ് മീൻസ് വളരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കിട്ടേണ്ട കാറ്റഗറിയിലുള്ള ആളുകളാണ് കാറ്റഗറി നമ്പർ 1. ഇവരെ നമുക്ക് റെഡ് ടാഗ് കൊടുക്കുക പേഷ്യൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഈ കാറ്റഗറി 1 കാറ്റഗറി 1 ഒന്നും അവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു ടാഗ് അവർക്ക് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ റെഡ് ടാഗ് വിഭാഗമാണ് കാറ്റഗറി നമ്പർ 1-ൽ വരാം. ഇറ്റ് ഈസ് ഫോർ ദ ക്രിട്ടിക്കൽ പേഷ്യൻസ്, വളരെ സീരിയസ് ഇഞ്ചുറീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ആൻഡ് ഓൾസോ അവരുടെ സർവൈവൽ ഈസ് ഡിപ്പെൻഡന്റ്. പെട്ടെന്ന് വൈദ്യസഹായം കൊടുക്കണം. ആ വൈദ്യസഹായത്തെ ആശ്രയിച്ചാണ് അവരുടെ ജീവൻ അവിടെ നിലനിൽക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യണം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ലൈഫ് ത്രെട്ടിനകത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ജീവൻ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അത് കിട്ടാൻ സാധ്യതകൾ കൂടുതലുണ്ട്, ജീവൻ ഭീഷണിയായിട്ടിരിക്കുന്ന ആളുകളാണ്. അവരെ നമ്മുടെ റെഡ് കാറ്റഗറി നമ്പർ 1 ആണ്. പക്ഷെ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്കൊരു റെഡ് ടാഗ് കൊടുക്കുന്നു. അപ്പൊ കാറ്റഗറി നമ്പർ 1-ൽ വന്നിരിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ റെഡ് ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ യെല്ലോ ടാഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 6 to 8 hours വരെ ട്രീറ്റ്മെന്റ് വൈകിയാലും നോ പ്രോബ്ലം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള സീരിയസ്ലി ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട്, പക്ഷേ they need medical attention only after a period. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും അവർക്ക് എന്ത് കിട്ടിയാൽ മതി, മെഡിക്കൽ അറ്റൻഷൻ കിട്ടിയാൽ മതി. ദാറ്റ് മീൻസ് അവർക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. ആദ്യത്തെ കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ കൊണ്ടുപോയതിനു ശേഷം സെക്കൻഡ് പ്രയോറിറ്റി ഫോർ ട്രാൻസ്പോർട്ടേഷൻ. ഇവർക്ക് അത്ര ലൈഫ് ത്രെട്ടൻഡ് ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ഒന്നും അല്ല. അപ്പൊ കുറച്ചുകൂടി എന്താ പറയാ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണ്ട, കുറച്ചുകൂടി കഴിഞ്ഞിട്ടായാലും മതി. അങ്ങനെയുള്ള നമ്മുടെ സെക്കൻഡ് കാറ്റഗറിയിൽപ്പെട്ട നേരത്തെ നമ്മൾ പറഞ്ഞ, അതായത് ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന സമയത്ത് ട്രയേജ് ചെയ്ത് ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി തരം തിരിച്ചത് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ റെഡ് ടാഗ്, സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് യെല്ലോ ടാഗ് പേഷ്യൻസ് ആയിരിക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ ഹോസ്പിറ്റൽസിൽ നടക്കുന്നതാണ് കേട്ടോ. അപ്പൊ ട്രയേജ് ഓൾറെഡി നമ്മൾ അറ്റ് ദ സീൻ ഓഫ് ദ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന ആ സീനിൽ വെച്ചിട്ട് നമുക്ക് ട്രയേജ് നടത്തുന്നുണ്ട്. അതിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്തു, പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഫസ്റ്റ് കാറ്റഗറിയിൽ കൊണ്ടുവരുന്ന ആളുകളെല്ലാം റെഡ് ടാഗ് ആണ് അവർക്ക് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെല്ലോ ടാഗ് സെക്കൻഡ് കാറ്റഗറിയിലെ പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ്. ആൻഡ് തേർഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ ഗ്രീൻ ടാഗ് ഇസ് പ്രൊവൈഡ്. മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് ഗ്രീൻ ടാഗ് ആണ്. ദാറ്റ് മീൻസ് the patients those who are ambulatory and also walking wounded, അതായത് വലിയ എന്താ പറയാ മുറിവുകളൊന്നുമില്ല, അവർക്ക് നടന്നൊക്കെ ആയാലും വന്നാൽ മതി. മനസ്സിലായോ? വാക്കിംഗ് പേഷ്യൻസ് ആണ്. പിടിച്ചൊക്കെ നടന്ന് പതുക്കെ ഹോസ്പിറ്റൽസിലേക്ക് എത്താൻ പറ്റുന്നവരൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താ പറയാ ചിലപ്പോ വൈദ്യസഹായം തന്നെ വേണമെന്ന് വരിക, ചിലപ്പോ വേണ്ടി വരും.
അപ്പൊ അങ്ങനെയുള്ളവരെ എന്നാലും ആ ഒരു ഡിസാസ്റ്ററിന്റെ ആ ഒരു ഒക്കറൻസിനകത്ത് അവർ പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ തലനാരി വെക്കി രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടവര്. പക്ഷെ എങ്കിലും അവർക്ക് അതിന്റെ ഒരു ആഘാതം ചിലപ്പോ മനസ്സിലൊക്കെ ഏറ്റിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് അത് കൊടുക്കുക. അല്ലെങ്കിൽ മുമ്പോ ഒക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് സസ്റ്റെയിൻ കൊണ്ട് എന്താ പറയാ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാം. അങ്ങനെ റിക്വയർ എനി മെഡിക്കൽ അറ്റൻഷൻ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അപ്പൊ എന്തായാലും ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പേഷ്യൻസ് ഷുഡ് ബി കെയർഡ്. മാക്സിമം സർവൈവൽ ഏത് പേഷ്യൻസ് ആയാലും ഫസ്റ്റ് കാറ്റഗറിയോ സെക്കൻഡ് കാറ്റഗറിയോ തേർഡ് കാറ്റഗറിയോ വേണ്ടവർ വൈദ്യസഹായങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ. ഏറ്റവും നന്നായി തന്നെ കൊടുക്കണം. ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് ദിസ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റം നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യത്തിന് അവർക്ക് കെയറിങ് കൊടുക്കണം. എല്ലാ പേഷ്യൻസിനെയും എന്ന് വെച്ചാൽ ഫസ്റ്റ് കാറ്റഗറിയുടെ മാത്രം നോക്കിയാൽ മതി. അപ്പം ബാക്കി സമയമുണ്ട്. ഇനി 6-8 മണിക്കൂർ വേണ്ടി നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഏതിന് സെക്കൻഡ് കാറ്റഗറിയിലെ ആളുകളെ നമുക്ക് ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാൻ സമയമൊന്നും കളയണ്ട. അവരെയൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, അവർക്കൊന്നും വലിയ പ്രശ്നമില്ല. അവരെ ഓൾറെഡി അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ അത് കഴിഞ്ഞ് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ വേണ്ട സ്ഥലത്തേക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ അതവിടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കട്ടെ. അവിടെ തിക്കും തിരക്കും ഇല്ലാത്ത രീതിയിൽ ഇവിടുന്ന് അടുത്തടുത്ത കാറ്റഗറീസിനെ നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ മാക്സിമം സർവൈവൽ വരുന്ന ആളുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അവർക്ക് കൂടുതൽ കെയറിങ് കൊടുത്ത് നമ്മൾ അതിനെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ആ ഒരു സിസ്റ്റം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അപ്പോഴാണ് ഒരു കറക്റ്റ് ആയി സിസ്റ്റം പ്രവർത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ എസൻസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഏത് സിസ്റ്റം, ട്രയേജ് സിസ്റ്റത്തിന്റെയും അല്ലെങ്കിൽ ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് ഒരു ഫലം വരുന്നത് അപ്പോഴാണ്. എല്ലാവരെയും മാക്സിമം കെയർ കൊടുത്ത് അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ. So while we are removing the patients from the site of disaster, ഈ ഡിസാസ്റ്ററിന്റെ സൈറ്റിൽ നിന്ന് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആംബുലൻസ് സഹായം തേടാം. അതോടൊപ്പം തന്നെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ഗതാഗത മാർഗമൊക്കെ ഉപയോഗിക്കാം. അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവിടെ തന്നെ എവിടെയെങ്കിലും കാറോ മറ്റു വാഹനങ്ങളോ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഏതൊക്കെ രീതിയിലാണെങ്കിലും അവരെ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കണം. സോ വൈൽ വി ആർ റീച്ചിങ് ദം ടു ദ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്ത് പ്രയോറിറ്റി ഈ രീതിയിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഏത് രീതിയിൽ തന്നെ, കാറ്റഗറി 1 റെഡ് ടാഗ് പേഷ്യൻസ് ആദ്യം അല്ലെ, റെഡ് ടാഗ് കൊടുക്കേണ്ട ക്രിട്ടിക്കൽ പേഷ്യൻസ് അതായത് ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവരെയാണ് നമ്മൾ ആദ്യം എത്തിക്കേണ്ടത്. സെക്കൻഡ് അതായത് യെല്ലോ ടാഗ് കൊടുത്തിരിക്കുന്നവർക്ക് 2ാം സ്ഥാനം, അവരെയാണ് അത് കഴിഞ്ഞ് നമ്മൾ എത്തിക്കേണ്ടത്. വാക്കിംഗ് വൂണ്ടഡ് അത് ഗ്രീൻ ടാഗ് കൊടുത്തിരിക്കുന്ന പേഷ്യൻസ് അവരെ 3ാമത്തെ കാറ്റഗറിയിൽ പെടുത്തിയിരിക്കുന്ന ആൾക്കാരാണ്, അവരെ അതിനുശേഷം. ഇനി ഡൈ ദാറ്റ് മീൻസ് വലിയ കാര്യമില്ല, രക്ഷപ്പെടില്ല എന്നുള്ളവര് അവരേക്ക് ചില സാഹചര്യങ്ങൾ അത്തരം കണ്ടീഷൻസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ലാസ്റ്റ് അതായത് 4th ടാഗ് ആണ്. അത് ചില എക്സെപ്ഷണൽ കേസസിലാണ്. എല്ലാ ഡിസാസ്റ്ററുകൾക്കും മരണങ്ങളില്ല, എന്നാൽ മരണങ്ങളില്ലാത്ത ഡിസാസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എന്തായാലും അത്തരം കേസുകളുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ടാഗ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ദ പേഷ്യന്റ് ഓർ ദ വിക്ടിം ഈസ് ഡെഡ് ആ ഒരു പൊസിഷനിൽ മാത്രം. ഓക്കെ. സോ അറ്റ് ദ ടൈം ഓൾ ദ അവൈലബിൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ആ സമയത്ത് ഇത് എന്റെ വണ്ടി നിന്റെ വണ്ടി അങ്ങനെ ഇങ്ങനെയൊന്നും നോക്കാതെ എത്ര എമർജൻസി ആയിട്ടുള്ള ആംബുലൻസുകളും നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്താ പറയാ പ്രൊവൈഡ് ചെയ്യണം. അതുകൂടാതെ മറ്റേതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും also should be used for transporting the patients from the site of disaster. ഡിസാസ്റ്ററിന്റെ സൈറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ലിയർ ആയോ? അത്രയും ഭാഗം ക്ലിയർ ആയോ? ആ പോയിന്റുകൾ ബുള്ളറ്റ് ചെയ്യേണ്ടതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ക്രിട്ടിക്കൽ പേഷ്യൻസ് റെഡ് ടാഗ്, അർജന്റ് പേഷ്യൻസ് യെല്ലോ ടാഗ്, വാക്കിംഗ് വൂണ്ടഡ് ഗ്രീൻ ടാഗ് ആൻഡ് ഡെഡ് ഓർ ഡൈയിങ് ബ്ലാക്ക് ടാഗ്. ഓക്കെ. അതിന്റെ അകത്ത് ഉള്ളിലും ഉണ്ട്. ആ പാരഗ്രാഫിനകത്ത് തന്നേക്കുന്നത് തന്നെയാണ് ഇവിടെ താഴെ തിരിച്ച് തന്നേക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പാരഗ്രാഫിലും ബോൾഡ് ആയിട്ട് റെഡ് ടാഗ് യെല്ലോ ടാഗ് ഗ്രീൻ ടാഗ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ബുള്ളറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ. ഇനി പ്രയോറിറ്റി എങ്ങനെയായിരിക്കും അത് വേണമെങ്കിൽ പരീക്ഷ അങ്ങനെ ചോദിക്കാം. താഴെ പറയുന്ന ഏത് രീതിയിലുള്ള പ്രയോറിറ്റി ആണ് നമ്മൾ എന്താ പറയാ ഡിസാസ്റ്റർ സൈറ്റിൽ നിന്ന് പേഷ്യൻസിനെ റിമൂവ് ചെയ്ത് ഉപയോഗിക്കേണ്ടേ? അപ്പൊ ഇതിങ്ങനെ തിരിച്ചുമറിച്ചൊക്കെ തരും. യെല്ലോ ടാഗിന് പകരം ഏറ്റവും മുകളിൽ ബ്ലാക്ക് ടാഗ് ഒക്കെ തരും. കാരണം ഡൈയിങ് പേഷ്യൻസ് അവിടെയാണല്ലോ അല്ലെ. അപ്പൊ അവരെയാണ് ആദ്യം കൊണ്ടുപോകട്ടെ എന്നുള്ള രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമ്മൾ നോക്കണം. റെഡ് ടാഗ് ആണ് ആദ്യം മൂവ് ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്ക്, യെല്ലോ ടാഗ് നെക്സ്റ്റ്,
and the next green tank, and the last is for green tank. Sorry, black tank. Okay, our order. അപ്പൊ ഓർഡർ ഒക്കെ തെറ്റിച്ചൊക്കെ തരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി കാണും പറഞ്ഞത് എന്താന്ന് അല്ലേ? ഓക്കെ. Now, organization of disaster management at the hospital. ഹോസ്പിറ്റലില് മാനേജ്മെന്റ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് നമ്മുടെ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഒരുക്കേണ്ടത് അല്ലെങ്കിൽ ഒരുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അടുത്ത പറയാൻ പോണെ. ഓക്കെ, നമുക്കറിയാം there will be എന്താ പറയാ some extension of quantitative operations in the hospital. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് സാധാരണ നോർമൽ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണോ ഒരു ഹോസ്പിറ്റലിന്റെ നോർമൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിന്റെ ഉപരി അതിനേക്കാൾ ഉപരി എന്തുണ്ടായിരിക്കും ഒരു എണ്ണത്തില് ഒരു എന്താ പറയാ വളർച്ച വികസനം ഈ പറയുന്ന ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകും. കാരണം സാധാരണ ഒരു ഹോസ്പിറ്റലില് സാധാരണ ഡേയ്സിൽ നോർമൽ ഡേയ്സിലാണെങ്കിൽ ഒരു 10-200 ഒക്കെ ആളുകളൊക്കെ ആയിരിക്കും ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വിസിറ്റ് ചെയ്യാം. ഡെയിലി വന്ന് പോകുന്നവര് അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ അഡ്മിറ്റഡ് ആകുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ. അതേസമയം തന്നെ ഡിസാസ്റ്റർ ഒക്കെ മാസ് എമർജൻസി അല്ലെ, ഒരു കൂട്ടം വലിയ കാഷ്വാലിറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ചില ദിവസങ്ങളിലാണ് അല്ലെങ്കിൽ ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ അറിയുന്ന സമയത്ത് മാത്രമാണ്. സോ therefore വീണ്ടും പറയാം, സോ എവറി ഹോസ്പിറ്റൽ ഷുഡ് ബി പ്രിപ്പയർഡ്. എപ്പോഴും അവരെന്തായിരിക്കണം, വളരെയധികം ഒരുങ്ങിയിരിക്കണം ടു മീറ്റ് സച്ച് എമർജൻസി കെയർ. അത്തരം എമർജൻസി അത്യാഹിതമായിട്ടുള്ള ശുശ്രൂഷ കൊടുക്കാൻ എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. when there will be some mass casualties, ആ ഡിസാസ്റ്റർ പ്ലാൻ അവർ അങ്ങനെ ഒരുങ്ങിയിരിക്കണം. എന്ത് എത്രയും പെട്ടെന്ന് എത്രയും ആളുകളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അവർക്കൊക്കെ വേണ്ട ട്രീറ്റ്മെന്റ് ഇത്തരം ഡിസാസ്റ്ററിൽ കൊണ്ടുവന്നാൽ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. നോർമൽ വർക്കിംഗ് കണ്ടീഷൻസ് അങ്ങനെ നടത്തും. അവിടെ നമ്മൾ വലിയ പ്രിപ്പറേഷൻസ് എടുക്കണ്ട. കാരണം ഇത്രയൊക്കെ പേഷ്യൻസ് ഏകദേശം ഒരു ആവറേജ് വരുള്ളൂ എന്നറിയാം. പക്ഷെ ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഉണ്ടാകുക. എണ്ണം ഭയങ്കരമായിട്ട് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുള്ള അത്യാഹിത വിഭാഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ എവറി ടൈം ദ ഹോസ്പിറ്റൽ ഷുഡ് ബി പ്രിപ്പയർഡ്. അവരെങ്ങനെയായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം എന്നാണ് ആ പാരഗ്രാഫ് പറയുന്നത്. ഓക്കെ, ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. മൊബിലൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ സർവീസസ് എന്ന് വെച്ചാൽ എന്താ, ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളുടെ ആ നീക്കം, ആ ഒരു മൊബിലൈസേഷൻ എങ്ങനെയായിരിക്കണം? മാസ് എമർജൻസി അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. അതായത് ഡിസാസ്റ്ററിന്റെ സമയത്ത് കൂടുതലായിരിക്കും. അപ്പൊ നോർമൽ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ എമർജൻസിസിൽ നിന്ന് കുറച്ചുകൂടി എക്സ്റ്റൻഷൻ, കുറച്ച് എന്താ പറയാ കുറച്ചുകൂടി കൂടുതൽ ആളുകളെ നമ്മൾ ഉൾക്കൊള്ളേണ്ടി വരും. എന്താ പറയാ നഴ്സിംഗ് കൊടുക്കേണ്ടി വരും. ഓപ്പറേഷൻസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രൊസീജിയേഴ്സോ ഒക്കെ നടത്തേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാമോ? ഓക്കെ. So the hospital had to be prepared for different types of disasters. ഇനി നമ്മൾ പറഞ്ഞു എന്താ പറയാ ഹോസ്പിറ്റൽസ് എപ്പോഴും തയ്യാറായിരിക്കണം. എങ്ങനെ തയ്യാറായിരിക്കണം? ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. സോ അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അവര് ഫേസ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? 3 types of disasters-നെയാണ്. 3 തരത്തിലുള്ള ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ ഏത് ഹോസ്പിറ്റൽസും എപ്പോഴും വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം. സോ വിചാരണ ഏതൊക്കെയാണ് ആ 3 തരത്തിലുള്ള ഡിസാസ്റ്റർ? ഫസ്റ്റ് വൺ ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. ഒന്നാമത്തേത് ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. രണ്ടാമത്തേത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോർവാർഡ് ഡിസാസ്റ്റർ. 3 രീതിയിലുള്ള ഡിസാസ്റ്ററുകളെ ഫേസ് ചെയ്യാൻ ഏത് ഹോസ്പിറ്റൽസും ഏത് സമയവും പ്രിപ്പയർഡ് ആയിരിക്കണം. ഫസ്റ്റ് വൺ ഇന്റേണൽ ഡിസാസ്റ്റർ, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോർവാർഡ്. ഫോർവാർഡ് എന്ന് പറഞ്ഞാൽ WARNAD, മുൻകൂട്ടി അറിയിപ്പ് കിട്ടിയിട്ടുള്ള ഡിസാസ്റ്റർ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസൈഡ്, അതായത് ഹോസ്പിറ്റൽസിനകത്ത് തന്നെയുള്ള ഒരു ഡിസാസ്റ്റർ. അതെങ്ങനെയാ ഉണ്ടാവുക? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഹോസ്പിറ്റൽസിനകത്ത് തന്നെ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളവര് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പറയാമോ? യെസ്, ഡ്യൂ ടു ദ എക്സ്പ്ലോഷൻ ഓഫ് സം ഫയർ അല്ലെ. ഇത് നമ്മുടെ ഹോസ്പിറ്റൽസിന് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ കെട്ടിടങ്ങളിലൊക്കെ എന്ത് ചെയ്യും, വയറൊക്കെ പെട്ടെന്ന് ഷോർട്ട് ആയിട്ട് മൊത്തത്തിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകും. ഒരുപാട് നമ്മൾ അങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. ചിലപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാകും. ഓക്കെ, ബോംബ് ത്രെട്ടൊക്കെ, ബോംബ് ഭീഷണി, ആരെങ്കിലും ഒക്കെ കൊണ്ടു വെച്ചിട്ട് ബോംബ് ഭീഷണിയൊക്കെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. അപ്പൊ ഹോസ്പിറ്റൽസിന്റെ ഇൻസൈഡ് ആണ്. അവിടെ ഉണ്ടാകുന്ന അത്തരം ഡിസാസ്റ്ററിന് വേണ്ടിയും അല്ലെങ്കിൽ അതിനെ നമ്മൾ നേരിടാൻ വേണ്ടിയും നമ്മൾ ഹോസ്പിറ്റൽസ് എപ്പോഴും ഒരുങ്ങിയിരിക്കണം. അതാണ് ഇന്റേണൽ ഡിസാസ്റ്റർ. അപ്പൊ ഇന്റേണൽ ഡിസാസ്റ്ററിന്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കാം.
ഡ്യൂ ടു ദ എക്സ്പ്ലോഷൻ ഓഫ് ഫയർ. അതായത് പെട്ടെന്ന് ഫയർ തീപിടുത്തൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ ബോംബ് ത്രെട്ട്, ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ഉദാഹരണമായിട്ട് കയ്യിൽ നിന്നും പറയാം. ഓക്കെ, അറിഞ്ഞിരിക്കാം നിങ്ങൾ. ഇതൊക്കെ ഇന്റേണൽ ഡിസാസ്റ്റർ ആണ്. സെക്കൻഡ് കംസ് ദ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. രണ്ടാമത്തെ ഏതാ? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആയിരിക്കും. അത് അവിടെ വന്നതാ, അത് ഹോസ്പിറ്റലിന്റെ അകത്തുനിന്നല്ല, പുറത്തുനിന്ന് വന്നതാ. അതെന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ പോലെ ഹരിക്കെയിൻസ്, അതായത് കൊടുങ്കാറ്റ്, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ആണ് അതിനകത്ത് കൂടുതൽ വരിക. ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്, റോഡിലുള്ള ഭയങ്കര വലിയ അപകടമൊക്കെ ഉണ്ടാവുമല്ലോ, ട്രെയിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളോ ഒക്കെ ആക്സിഡന്റ് ആകുക. നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ്, വിമാനത്തിന്റെ ഒരു ആക്സിഡന്റ് കണ്ടതാണ് അല്ലെ, പ്ലെയിൻ ക്രാഷ് പോലെയുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആക്സിഡന്റ് വരിക, അത് പുറത്തുനിന്ന്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മള് ഹോസ്പിറ്റൽസിലേക്ക്, നിയറസ്റ്റ് ഹോസ്പിറ്റൽസുകളിലേക്കൊക്കെ ആയിരിക്കും അവിടെ നിന്ന് പേഷ്യൻസിനെ പെട്ടെന്ന് കൊണ്ടുവരാം. ചിലപ്പോ ഒരു ഹോസ്പിറ്റൽസിലേക്ക് തന്നെ എല്ലാവരെയും കൂടി കൊണ്ടുപോകല്ല, ചുറ്റുവട്ടത്തുള്ള നിയറസ്റ്റ് കിലോമീറ്റേഴ്സിന്റെ ഡിസ്റ്റൻസിലുള്ള എല്ലാ ഹോസ്പിറ്റൽസിലേക്കും സ്പ്ലിറ്റ് ചെയ്തൊക്കെ എന്ത് ചെയ്യും? ആളുകളെ കൊണ്ടുപോകും. അപ്പൊ നമ്മളെക്കാളും അടുത്ത് ഇന്ന ഹോസ്പിറ്റലിലെ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർ നോക്കിക്കോളും എന്ന് വിചാരിച്ചിരിക്കരുതെന്ന്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സെക്കൻഡ് എന്ന് പറയുന്നത് രണ്ടാമതൊരു നമ്മൾ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ട ഒരു ഡിസാസ്റ്റർ ആണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. അതിന് നമ്മുടെ എക്സാമ്പിൾസ് ഉണ്ട്: ഹരിക്കെയിൻസ്, ഫ്ലഡ്, എർത്ത്ക്വേക്ക്, ട്രാൻസ്പോർട്ടേഷൻ ആക്സിഡന്റ്സ് എക്സെട്ര. ഓക്കെ, ഇനി തേർഡ് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫോർവാർഡ് ഡിസാസ്റ്റർ ആണ്. ഈ ഫോർവാർഡ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? അതും ഒരു ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ആണ്. when they receive a large number of patients from any other hospitals. അതായത് ചിലപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ഒരു എന്താ പറയാ 10, 22 അല്ലെങ്കിൽ 23 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്തിരിക്കുന്നത് ഡിസാസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റൽസിലേക്കും കൊണ്ടുപോയി. പക്ഷെ അവിടെ ചിലപ്പോ ചില സാഹചര്യങ്ങൾ, ചില ഫെസിലിറ്റീസ് ആ ഒരു വിക്ടിംസിന് വേണ്ടി കൊടുക്കാൻ ഉണ്ടായിരുന്നു വരില്ല. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ, എല്ലാ ഹോസ്പിറ്റൽസും ടെക്നോളജിക്കലി എല്ലാവരും എന്താ പറയാ എസ്റ്റാബ്ലിഷ്ഡ് അല്ല, വെൽ എക്യുപ്ഡ് അല്ല. എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ പല മരണങ്ങളും നമുക്ക് ഒഴിവാക്കാം, ഇല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. ആണോ? നമ്മൾ എന്ത് ചെയ്യും? ഒരു ആള് പെട്ടെന്ന് ഇങ്ങനെ മരിക്കാനൊക്കെ ഉള്ള ഒരു ഇതിൽ കിടക്കുമ്പോ, അധികം പ്രായമാകാത്ത ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ ഏറ്റവും നിയറസ്റ്റ് ഹോസ്പിറ്റൽസിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുള്ളിയുടെ ചിന്ത. അന്നേരം നമ്മൾ അവിടെ എത്തിക്കുമ്പോ ചിലപ്പോ ഒരു രോഗത്തെ എന്താ പറയാ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ അതിന് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും ആളുടെ ലൈഫിനെ പിടിച്ചു നിർത്താനും പറ്റിയ ഒരു ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞ സംഭവിക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ആ ഹോസ്പിറ്റലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ ആ ഒരു ഫെസിലിറ്റി ഇല്ല, അപ്പൊ ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുത്തിട്ട് ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അവിടെ നിന്ന് വാണിംഗ് വരും, പിന്നെ സ്ഥലത്തൊരു ഡിസാസ്റ്റർ ഉണ്ടായി, ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്ന കുറെ പേഷ്യൻസിനെ അങ്ങോട്ടേക്ക് വിടരുത്. ഒരു വാണിംഗ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയും എന്ത് ചെയ്യും? ഹോസ്പിറ്റൽസ് പ്രിപ്പയർഡ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ 3 ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യാൻ ഓൾ ദ ടൈം ഹോസ്പിറ്റൽസ് ഹാവ് ടു ബി പ്രിപ്പയർഡ്. ക്ലിയർ ആയോ? 3 ഇന്റേണൽ ഡിസാസ്റ്റർ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആൻഡ് ഫോർവാർഡ് ഡിസാസ്റ്റർ. എന്തെങ്കിലും സംശയമുണ്ടോ ഇത്രയും ഭാഗത്ത്? ഇല്ല. ഓക്കെ, സോ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് ഇന്റേണൽ ഡിസാസ്റ്റർ, ആ സെന്റൻസ് മുഴുവനും അതിന്റെ എക്സാമ്പിൾസും ഉണ്ട്. സെക്കൻഡ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, അതിനും എക്സാമ്പിൾസ് ഉണ്ട്. ഫോർവാർഡ് ഡിസാസ്റ്റർ അതൊരു എക്സാമ്പിൾ അല്ല, അതായത് മറ്റു ഹോസ്പിറ്റൽസിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സെന്റൻസ് 3 ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് ഇന്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നതും സെക്കൻഡ് എന്ന് തുടങ്ങുന്ന ആ സെന്റൻസും പിന്നെ ഫോർവാർഡ് തേർഡ് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന ആ സെന്റൻസും, ആ 3 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. 3 types of disaster for which the hospitals have to be prepared. 3 തരത്തിലുള്ള ഡിസാസ്റ്ററുകളാണ് എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽസ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇവിടെ വരെ? സോ there should be such a planning. നമ്മൾ ഏറ്റവും എന്താ പറയാ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ നല്ലൊരു പ്ലാനിങ് എന്തായാലും ഉണ്ടാവണം. അതായത് മാത്രമല്ല ഹാവ് ടു കൺസൾട്ട് വിത്ത് സം അതർ പീപ്പിൾ. എപ്പോഴും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞിട്ട് വരുമ്പോ നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയല്ലോ, അങ്ങനെയല്ല. എപ്പോഴും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു റിലേഷൻ, ലൈസൺ മീൻസ് റിലേഷൻ ആണ്. ഒരു റിലേഷൻ ചില ആളുകളുമായിട്ടൊക്കെ വേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ചില അതോറിറ്റീസ്, ചില എന്താ പറയാ ബന്ധപ്പെട്ട അധികാരികള്. കാരണം എന്താണെന്നറിയോ, ഇങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുവരുമ്പോ ചിലപ്പോൾ അവരുടെ സഹായം നമുക്ക് വേണ്ടി വരും. അതുപോലെ ഫയർ ബ്രിഗേഡ്,
അതായത് നമുക്കറിയാലോ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്താ പറയാ എക്സ്റ്റിങ്യൂഷ് ചെയ്യാനുള്ള ആളുകളാണ്, അങ്ങനത്തെ ഒഫീഷ്യൽസ് ആണ്. ഫയർ ബ്രിഗേഡ്, പിന്നെ പോലീസ്, പിന്നെ സിവിൽ ഡിഫൻസ് വാർഡൻ, ഇങ്ങനെയുള്ള ചില ഏജൻസീസിന്റെയും ചില അതോറിറ്റീസിന്റെയൊക്കെ സഹായം ഹോസ്പിറ്റൽസിലേക്ക് വേണ്ടി വരും. ഏത് നമ്മൾ പറഞ്ഞല്ലോ തീപിടുത്തം കൊണ്ടാണെങ്കിൽ ഫയർ ബ്രിഗേഡിന്റെ ആവശ്യം വരും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഹോസ്പിറ്റൽസിന് ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലായി? അന്നേരം പോയിട്ട് അയ്യോ ആരാണ് എവിടെയാണെന്ന് പറഞ്ഞ് തപ്പി തിരക്കി അവരുടെ നമ്പറും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയെടുക്കാൻ പറ്റില്ല ചില അതോറിറ്റീസിന്റെ അധികാരികളുടെ ഒക്കെ. അപ്പൊ നമുക്കറിയാം ഫയർ ബ്രിഗേഡൊക്കെ ഫയറൊക്കെ എന്താ പറയാ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫയർ സ്റ്റേഷനിലേക്കൊക്കെ വിളിക്കാനുള്ള നമ്പറുകളൊക്കെ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ലോക്കൽ അതോറിറ്റീസ് അവരിലേക്ക് സഹായിച്ചപ്പോൾ നമുക്ക് വേണ്ടി വരും ഹോസ്പിറ്റൽസിന്. സോ അവരൊക്കെ ആയിട്ട് ഒരു ബന്ധം എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മളുടെ ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തണം. ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അവരുമായിട്ട് നമ്പർ അവരേക്ക് വാങ്ങിച്ചു വെക്കണം. ഹോസ്പിറ്റൽസ് അങ്ങനെ ഒരു പുറത്തുള്ള ഈ ചില ആളുകളുമായിട്ടൊക്കെ എപ്പോഴും ഒരു നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയിരിക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ആ ഡിസാസ്റ്ററിന്റെ കുറെ ആധിക്യം, അതിന്റെ ആ ഒരു എന്താ പറയാ കാഠിന്യമൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. സോ ട്രയേജും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് ആൻഡ് കോർഡിനേറ്റ് എവറിഥിങ്. എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ ഓരോ ആളുകളിലേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്തങ്ങളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേവനം നമ്മൾ ഉറപ്പുവരുത്തണം. അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അവരൊക്കെ നമ്മള് പിടിച്ച് അല്ലെങ്കിൽ അവരെയൊക്കെ ബന്ധപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതൊക്കെ കിട്ടും എന്ന് നമ്മൾ കൂടി വരുത്തണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യാ നമ്മുടെ പ്ലാനിങ്ങും കറക്റ്റ് ആകുള്ളൂ. അപ്പൊ പ്ലാനിങ്ങിൽ നമ്മൾ ഇവരെയൊക്കെ ഉൾപ്പെടുത്തണം. ഇവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണമെന്നാണ് പ്ലാനിങ്ങിൽ പറയുന്നത്, ഇതിന്റെ ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ. സോ ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എവിടെ വരെ? പ്ലാനിങ് ഷുഡ് ഇൻക്ലൂഡ് എന്ന് തുടങ്ങി സിമിലർ ഏജൻസീസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ആരൊക്കെ ആയിട്ട് ഹോസ്പിറ്റൽസിന് ബന്ധം വേണമെന്നാണ് ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ പറയുന്നത്. ലോക്കൽ സിവിൽ അതോറിറ്റീസ് സച്ച് ആസ് ഫയർ ബ്രിഗേഡ്, പോലീസ്, സിവിൽ ഡിഫൻസ് വാർഡൻ ആൻഡ് സിമിലർ ഏജൻസീസ്. പല ആളുകളുടെയും എന്താ പറയാ ആവശ്യം വേണ്ടി വരും. അപ്പൊ ഇവരൊക്കെ ആയിട്ട് നല്ല ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. അണ്ടർലൈൻ ചെയ്തോ? മനസ്സിലായോ? അതാണ് അതിനകത്ത് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ ഇനി അപ്പൊ നമുക്കൊരു പ്ലാനിങ് വേണം. സോ ഈ പ്ലാനിങ്ങില് അതിന്റെ മറ്റൊരു കാര്യം, ഈ പ്ലാനിങ്ങിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ടു എക്സിക്യൂട്ട് എ കമ്മിറ്റി. ദാറ്റ് മീൻസ് എ ഡിസാസ്റ്റർ കമ്മിറ്റി. നമുക്ക് എന്ത് ചെയ്യണം? ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ്? ഈ ഒരു ഡിസാസ്റ്ററിനെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി മര്യാദയ്ക്ക് ശരിയായ രീതിയിൽ കൊണ്ടുവരുന്ന ഡിസാസ്റ്റർ വിക്ടിംസിനെ ശുശ്രൂഷിക്കുക, അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക, അവർക്ക് ഓപ്പറേഷൻസ് സർജറീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റുക, അവര് എന്താ പറയാ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാര് റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ തള്ളി വരും അല്ലെ എല്ലാവരും കൂടി. കാരണം അവര് ഭയങ്കര പാനിക്കാണ്, എന്താണ് തങ്ങളുടെ ആ ഒരു ആൾക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട്. അപ്പൊ അവർക്ക് ഉത്തരം പറയണം, അവരോട് മറുപടി പറയണം, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ കമ്മിറ്റിയിൽ ഷുഡ് ഇൻക്ലൂഡ് പ്രൊഫഷണൽസ്, ചില എന്താ പറയാ ഉദ്യോഗസ്ഥരെയൊക്കെ, ഹോസ്പിറ്റൽസിനെയൊക്കെ കുറെ ഉദ്യോഗസ്ഥരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കമ്മിറ്റി ആയിരിക്കണം. ആരൊക്കെ ഉണ്ടാവണം ആ കമ്മിറ്റിയിൽ? ഡയറക്ടർ, ഹോസ്പിറ്റലിന്റെ ഡയറക്ടർ, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ഉണ്ടായിരിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, നമ്മളൊക്കെ മാറി നിൽക്കേണ്ടവരെല്ലാം നമ്മളും ഉണ്ടാകും, പിന്നെ ഹെഡ്സ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ്, അതായത് എല്ലാ ക്ലിനിക്കൽ യൂണിറ്റ്സിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ്, HOD എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓപ്പറേഷൻ തിയേറ്റർ, കാഷ്വാലിറ്റി, മേട്രൺ, ഹോസ്പിറ്റലിലെ മേട്രൺ, പിന്നെ ഓഫീസേഴ്സ് ഇൻചാർജ് ഓഫ് ട്രാൻസ്പോർട്ട്, എന്താ പറയാ നമ്മുടെ പേഷ്യൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാനുള്ള അതിന് ചാർജ് ആയിട്ടുള്ള ഓഫീസർമാരുണ്ടായിരിക്കും. അത് പിന്നെ സപ്ലൈ, പല സാധനങ്ങളും എക്യുപ്മെന്റ് ഒക്കെ വേണ്ടി വരും, അപ്പൊ അത് സപ്ലൈ ചെയ്യാനുള്ളത്. പിന്നെ സെക്യൂരിറ്റി, കാരണം ഹോസ്പിറ്റൽസിന് അന്നേരം ഈ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ താറുമാറാകുന്നത് അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം ആണ്. കാരണം നിയന്ത്രിക്കാൻ പറ്റില്ല, ആളുകൾ ഇങ്ങനെ ഒരുപാട് ഒഴുകുമല്ലോ. പേഷ്യൻസിനെ കൊണ്ടുവരും, അതുകൂടാതെ അതിന്റെ പിന്നാലെ അവരുടെ റിലേറ്റീവ്സ് തീർച്ചയായിട്ടും അവർക്ക് ആൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. നമ്മളെന്തായാലും അവരുടെ പിന്നാലെ പോകും അല്ലെ, ജീവന് ബാക്കി കിട്ടിയവര്. അപ്പൊ അവര് പിന്നെ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അപ്പൊ ഈ പറയുന്ന എല്ലാത്തിന്റെയും ഹെഡും ഉണ്ടായിരിക്കണം കമ്മിറ്റിയിൽ. അപ്പൊ അത്രയും വലിയൊരു കമ്മിറ്റിയാണ് ഒരു ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടിയിട്ട്? ഡിസാസ്റ്റർ പ്ലാനിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കേണ്ടത്, ഫോം ചെയ്യേണ്ടത്. അപ്പൊ കമ്മിറ്റിയിൽ ആരൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. To execute the disaster plan, the hospital should have a disaster committee constituting key functionaries of the hospital. ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നടക്കുന്ന ഏരിയയിലുള്ള എല്ലാവരും ആ കമ്മിറ്റിയിൽ വേണം. Namely, the director,
മെഡിക്കൽ സൂപ്രണ്ടന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഹെഡ്സ് ഓഫ് ക്ലിനിക്കൽ യൂണിറ്റ്സ്. ഹെഡുകളാണ് എന്ന് പറയുമ്പോൾ ഏതിലേക്കാണെന്ന് എടുത്ത് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എന്തായാലും വേണം, കാഷ്വാലിറ്റിയിൽ വേണം, പേട്രൺ ഓഫീസേഴ്സ് ഇൻ ചാർജ് ഓഫ് ട്രാൻസ്പോർട്ട്, സപ്ലൈ, സെക്യൂരിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സാധനങ്ങളും അതുപോലെ തന്നെ ആളുകളെ കൊണ്ടുപോകാനോ മറ്റു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വേണ്ട ആളുകൾ, അതിന്റെ ഓഫീസേഴ്സ്, സെക്യൂരിറ്റിയുടെ ഓഫീസേഴ്സ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഓഫീസേഴ്സ്, ഇവരൊക്കെ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഡിസാസ്റ്റർ കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് കീ ഫംഗ്ഷണറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് തുടങ്ങി ആ ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞ് എൻഡ് ചെയ്തിരിക്കുന്നത്, പാരഗ്രാഫ് എൻഡ് ചെയ്തിരിക്കുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Yes. ഇനി അടുത്തത് പ്രിപ്പറേഷൻസ് ആണ്. ഡിസാസ്റ്റർ പ്ലാനിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മളുടെ ഡിസാസ്റ്റർ കമ്മിറ്റി നമ്മൾ ഫോം ചെയ്തല്ലോ, തൊട്ട് മുകളിൽ നമ്മൾ ഫോം ചെയ്തു. അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രൈമറി ടാസ്ക്, പ്രാഥമികമായിട്ടുള്ള അവരുടെ പ്രവർത്തനം, ഈ ഡിസാസ്റ്റർ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ടു ആക്സസ് ദ സിറ്റുവേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ സാഹചര്യവും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ മനസ്സിലാക്കുക. ഹോസ്പിറ്റൽസിൽ അവരുടെ കേപ്പബിലിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കഴിവുണ്ട്, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ പെട്ട വിക്ടിംസിനെ കൊണ്ടുവന്നാൽ ഹൗ കേപ്പബിൾ വി ആർ, നമ്മൾ എത്രത്തോളം അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്ന ആ കേപ്പബിലിറ്റി എന്തോന്നുണ്ട്. എന്റെ കഴിവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോസ്പിറ്റൽസിന്റെ കഴിവ് അത് അവര് എക്സസൈസ് ചെയ്തിരിക്കണം, കമ്മിറ്റി അറിഞ്ഞിരിക്കണം. പിന്നെ അവരുടെ സ്ട്രെങ്ത്, അവരുടെ ആ ഒരു ആരോഗ്യം, അവരുടെ ആളുകളുടെ ആരോഗ്യമല്ല, ഹോസ്പിറ്റലിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് എന്താ, ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ്, ടെക്നോളജീസ്, അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫ്, മെഡിസിൻസ്, അതുപോലെ തന്നെ ഇവരൊക്കെ സർജറിയോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനുവേണ്ട എക്യുപ്മെന്റ്സ്, ഇതാണ് അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ പകലും അതിന്റെ ഇതൊന്നുമല്ല, അവിടെ എത്രത്തോളം പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ അവരെയൊക്കെ നമുക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതാണ് സ്ട്രെങ്ത് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ അതിന്റെ വീക്ക്നെസ്, നമുക്ക് എന്ത് പോരായ്മയുണ്ട്, എന്താ നമുക്ക് കുറവുള്ളത്, ആ കുറവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ആളുകളൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കാൻ പറ്റുമോ, കുറവുകളൊക്കെ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അങ്ങനത്തെ കുറവുകൾ, അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇതെല്ലാം തന്നെ ഡിസാസ്റ്റർ കമ്മിറ്റി അറിഞ്ഞിരിക്കണം. അവരുടെ ഹോസ്പിറ്റലിന്റെ ആ ഒരു സിറ്റുവേഷൻ അവർ മനസ്സിലാക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ട്, അതിനനുസരിച്ചിട്ടാണ് they have to make some plans. അപ്പൊ ഇന്ന പോരായ്മയുണ്ട്, ആ പോരായ്മ നമ്മൾ നികത്തണ്ടേ, എന്നാലല്ലേ എന്തെങ്കിലും ഡിസാസ്റ്റർ വരുമ്പോ നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് എന്തിനാ, ഇതൊക്കെ നമ്മുടെ പോരായ്മയാണ്, അതവിടെ ഇരുന്നോ, കുഴപ്പമില്ല, പോരായ്മയൊക്കെ മനസ്സിലായി. അങ്ങനെയല്ല, പോരായ്മകൾ എന്താണ്, നമ്മൾ എല്ലാം കേപ്പബിൾ ആണോ, എല്ലാ രീതിയിലും ഏത് രീതിയിൽ നോക്കിയാലും നമ്മൾ വെൽ പ്രിപ്പയർഡ് ആണ്, നമുക്ക് എന്ത് പ്രശ്നമില്ല, നമ്മൾ അത് നേരിടും അത്തരം ഡിസാസ്റ്റർ വന്നാൽ. അങ്ങനെ പറയാൻ കഴിയുന്നത് ഏത് ഹോസ്പിറ്റൽസിനും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ വീക്ക് പോയിന്റ്സ്, അതായത് നമുക്കുള്ള പോരായ്മകളും ഹോസ്പിറ്റൽസിന്റെ മാനേജ്മെന്റിന് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണം. കമ്മിറ്റി, സ്റ്റേജ് കമ്മിറ്റി അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അത് നീക്കം ചെയ്യാൻ, അത്തരം പോരായ്മകളെ അവോയ്ഡ് ചെയ്യാൻ, നീക്കം ചെയ്യാൻ അല്ലെ ഉള്ള കാര്യങ്ങൾ ചെയ്യണം അതനുസരിച്ച്. എന്നാലും മാത്രമേ നമുക്ക് ഇൻഫ്ലക്സ് ഓഫ് കാഷ്വാലിറ്റീസ്, ഇൻഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒഴുക്കുന്നതാണ് അർത്ഥം, ഇത്തരം കാഷ്വാലിറ്റീസിന്റെ ഒഴുക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നല്ല കമ്മിറ്റിക്ക് നല്ലൊരു പ്ലാനിങ്ങും വേണം. ക്ലിയർ ആയോ? The primary task of disaster committee, എന്താണ് primary task of disaster committee, is to access the situation of the hospital. ഹോസ്പിറ്റലിന്റെ സ്ഥിതി, സാഹചര്യം മനസ്സിലാക്കുക, അതിന്റെ കേപ്പബിലിറ്റീസ്, അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ വീക്ക്നെസ്, അതിന്റെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് അതനുസരിച്ച് ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക. മനസ്സിലായോ? They can face the influx of casualties. അങ്ങനെയാകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, എത്ര കണ്ട് അത്യാഹിത വിഭാഗത്തിന്റെ ഒരു ഒഴുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ഉണ്ടായാലും they can manage it. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും ലാർജ് സ്കെയിലിൽ. ക്ലിയർ ആയോ? അതാണ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. സെന്റൻസിന്റെ അർത്ഥമൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? വലിയ നീണ്ട സെന്റൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ ആണല്ലോ എല്ലാവരും?
ഡിസാസ്റ്ററിനെ കേട്ടിട്ട് ബോറടിക്കണ്ടോ? ഡിസാസ്റ്റർ കേട്ട് ബോറടിക്കണ്ടോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. യെസ്. അപ്പൊ എന്താ പറയാ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യാനായിട്ട് എന്താ പറയാ തയ്യാറെടുപ്പ് നടത്തുന്ന ആളുകളാണ് നമ്മള്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആർക്ക്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ ഉണ്ടായിരിക്കണം, അല്ലെ? ജോലിക്കാര്. അപ്പൊ എന്തായാലും ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ ഒരു വിഭാഗത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള ഓഫീസേഴ്സിന് ഈ സമയത്തൊക്കെ ഭയങ്കരമായി ആക്റ്റീവായിട്ട് ഒരുപാട് റോളുകൾ അവിടെ ചെയ്യാനുണ്ട്. സോ നമ്മൾ അലേർട്ട് ആയിട്ടിരിക്കണം. അപ്പൊ ഇതൊക്കെ അറിയണം. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നാൽ നമ്മൾ ഓടിച്ചാടി എത്തേണ്ടവരാണ്, അതുകൂടി അറിയാം. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്ററിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈ പ്ലാനില് ചില ഇമ്പോർട്ടന്റ് ആയിട്ട് എസെൻഷ്യൽസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഈ ഡിസാസ്റ്റർ പ്ലാനില് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ വായിച്ചു നോക്കാം. ഒന്നാമത്തേത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സോഴ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് സപ്ലൈ ഓഫ് ഡ്രഗ്സ്, ഡ്രസ്സിംഗ് ആൻഡ് അതർ സ്റ്റോഴ്സ് ആൻഡ് കൺസ്യൂമബിൾസ്. അതായത് ഇങ്ങനെ ഒരു വലിയ അത്യാഹിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിക്ടിംസിനെ ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുമ്പോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് അവർക്ക് ശുശ്രൂഷിക്കാനായിട്ട് വേണ്ടിയിട്ടോ ഉള്ള എല്ലാ സോഴ്സും എല്ലാ ഇതും നമുക്ക് ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. അവർക്ക് ഡ്രഗ്സ്, അതായത് മരുന്നുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലേപനങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവർക്ക് ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഇപ്പൊ വലിയ ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ അത് ഡ്രസ് ചെയ്യണം, അല്ലെ? അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എല്ലാ റിസോഴ്സും അവിടെ ഉണ്ടാവണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ ഫാർമസിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ചില എന്താ പറയുക രോഗികൾക്ക് ഉപയോഗിക്കേണ്ട ചില വസ്തുക്കളൊക്കെ ഉണ്ട്, അല്ല മെറ്റീരിയൽസ് ഒക്കെ. അതാണ് സ്റ്റോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും അല്ല ഇവിടെ. നമ്മുടെ ഹോസ്പിറ്റൽസ് തന്നെ ചില പേഷ്യൻസിന് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ ആയിട്ട് വരുമ്പോ അവർക്കിടെ ശുശ്രൂഷയുമായിട്ട് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലോ മറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരുന്ന ചെറുതും മറ്റുമായിട്ടുള്ള ചില ഉപകരണങ്ങൾ, അത് ഓരോ പേഷ്യൻസിനും ചിലപ്പോൾ അവർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങള്, അതുപോലെ തന്നെ മറ്റ് കൺസ്യൂം ചെയ്യേണ്ട മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപഭോഗ വസ്തുക്കൾ ഹോസ്പിറ്റൽസിൽ തന്നെ പേഷ്യൻസിന് കൊടുക്കേണ്ടി വരിക. ഇതെല്ലാം എന്താണ് ഈ ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെച്ചോളാം. ഒരു പരിധി വരെ ഒരു 10,000 അല്ലെങ്കിൽ പറയാ ഒരു ഡിസാസ്റ്ററിൽ പെട്ട കുറച്ച് ആളുകൾ, 10,000 ആൾക്കാർക്കൊക്കെ പലതരത്തിലുള്ള ഇഞ്ചുറീസ്, കാഷ്വാലിറ്റി ഉണ്ട്, അതിനകത്ത് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ ഇവർക്കൊക്കെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അപ്പൊ അവിടെ ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾ ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. Second one, method of identifying patients who are immediately dischargeable. ഇനി അടുത്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ കുറെ പേഷ്യൻസിനെ നമ്മൾ ഡിസാസ്റ്ററിൽ പെട്ടവരെ കൊണ്ടുവരും, അല്ലെ? അങ്ങനെ കൊണ്ടുവരുമ്പോ അവര് എന്താ പറയാ ഭയങ്കരമായിട്ട് ചിലപ്പോ ലൈഫ് ത്രെട്ടനിങ്, അതായത് ചിലപ്പോ അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുത്ത് അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ICU-ലോ സ്ഥലത്തൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയുള്ള ഹോസ്പിറ്റൽസിനകത്തുള്ള ICU-ല് ഓക്യുപ്പൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ ICU-ൽ നിന്ന് അവരെ മാറ്റാൻ പറ്റുന്നവർ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അവർ വേഗം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ICU-ൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാർഡുകളിലോ അവരൊക്കെ അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള വാർഡുകളിൽ നിന്ന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യങ്ങളുണ്ടെങ്കിൽ അവരെയൊക്കെ വേഗം തന്നെ മാറ്റാനുള്ള കാര്യങ്ങളും ചെയ്യണം. അത് അങ്ങനെ ഉണ്ടോ എന്ന് ആദ്യമേ തന്നെ നോക്കണം, പെട്ടെന്ന് തന്നെ. ആ പ്ലാനിനകത്തുള്ളത് അത് മനസ്സിലായോ? എന്നാലേ ഈ കൊണ്ടുവരുന്നവരെ കുറച്ച് അത്യാഹിതം കൂടുതലുള്ളവരെയൊക്കെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അത് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ബെഡൊക്കെ ഒരുക്കണം. ബെഡോ എവിടെയെങ്കിലൊക്കെ നമ്മൾ അവരെ അന്നേരം കിടത്തണം. കാരണം ഡിസാസ്റ്ററിൽ നിന്ന് വന്നേക്കുന്നതാണ്, അല്ലെ? ദുരന്തത്തിൽപ്പെട്ട് വന്നേക്കുന്നതാണ്. അപ്പൊ അവരെയൊക്കെ നമുക്ക് അവരെയൊക്കെ ജീവൻ രക്ഷിക്കണം. രക്ഷിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നവരെ വരുമ്പോൾ അവർക്കൊക്കെ ഓക്യുപ്പൈ ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്ലേസസ് ഒരുക്കണം. ICU-ൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വാർഡുകളിൽ നിന്നോ അല്ലെങ്കിൽ റൂമുകളിൽ നിന്നോ ഒക്കെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നവര്, അങ്ങനെയുള്ള എന്തെങ്കിലും പേഷ്യൻസ് ഉണ്ടോ എന്ന് നോക്കുക. റിക്കവറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാലോ, ആ സ്ഥലത്ത് ഇവരെയൊക്കെ ഇടാലോ. അതിനാണ് അത് ഐഡന്റിഫൈ ചെയ്യാം. Then the third one, conversion of all usable space to provide triage, observation and treatment areas. ഇനി നമ്മുടെ ഹോസ്പിറ്റൽസിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം മുഴുവനും എന്തിനു വേണ്ടി? ട്രയേജിന് വേണ്ടിയും അവരെ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയും ട്രീറ്റ്മെന്റിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും, കാഷ്വാലിറ്റിയിൽ മാത്രമേ കൊണ്ടുവരുന്നു. അവിടെ സ്ഥലവും തിക്ക് തിരക്കായി, പക്ഷെ ഇനി അവിടെ റോഡിലൊക്കെ നിന്നോ, അവിടെ എവിടെയെങ്കിലൊക്കെ വൈകാതെ അങ്ങനെയാണോ? അല്ല, നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്ലേസ്, ഏതൊക്കെ കൺവീനിയന്റ് ആയിട്ടുള്ള ഏരിയ ചിലപ്പോൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയാ ടെന്റോ അങ്ങനെയുള്ള എന്തെങ്കിലും മറച്ചിട്ടോ ഒക്കെ നമ്മൾ വേഗം തന്നെ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയ ഒരുക്കണം. കൊറോണ സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കണ്ടോ?
കൊറോണയ്ക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ കുറച്ചധികം അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നമ്മള് ഹോസ്പിറ്റൽസിൽ ചെന്ന് ഡോക്ടേഴ്സിനെ കാണാനും ചീട്ടെടുക്കാനും ഒന്നും അവര് അധികം സമയമൊന്നും നമ്മളെ കൂടി ചെലവഴിപ്പിച്ചില്ല. കാരണം അവിടെ അങ്ങനെ സമയം ചെലവഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓരോ ചെറിയ സ്പേസില് ഹോസ്പിറ്റലിന്റെ പ്രൈവസിനുള്ളില് ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടത്തിന് ഉള്ളിൽ തന്നെ ഒരുപോലെ ചെറിയ ഷെഡ് പോലെയൊക്കെ കെട്ടിയിട്ട് അവിടെ ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ അവിടെ മരുന്നുകളും ഒക്കെ കൊടുക്കുന്ന ഓരോ കുഞ്ഞു സാധനമായിട്ട് ഓപ്പൺ ചെയ്തിരുന്നു. അവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഹോസ്പിറ്റൽസില്. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയിരുന്ന ഹോസ്പിറ്റൽസിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറയുമല്ലോ, ടെസ്റ്റ് ചെയ്യണതൊക്കെ. പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ അവര് ടെസ്റ്റ് ചെയ്തിട്ടേ വീടിനകത്ത് കയറാൻ പാടുള്ളൂ, അല്ലെ? ആ വീട്ടിലുള്ളവർ പുറത്തിറങ്ങാൻ പാടില്ല. ഇനി പുറത്തിറങ്ങണമെങ്കിൽ ആ ആള് വന്ന് 7 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ എല്ലാവരും പോയിട്ട് ടെസ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ നമ്മൾ ഹോസ്പിറ്റൽസിൽ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം എനിക്ക് അറിയാം, അത് മോള് പുറത്ത് പഠിക്കാൻ പോയിട്ടാണ്. അപ്പൊ അതുപോലെ അവിടെ വന്ന് ഇങ്ങനെ കുറച്ച് ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോ അവിടെ വിട്ടപ്പോ നമ്മുടെ മോള് വന്നിരുന്നു. പക്ഷെ അത് കഴിയുമ്പോ നമ്മൾ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ, നമുക്കും ആ കുട്ടിക്കൊക്കെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ എന്നൊക്കെ ഒരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ മറ്റേ ആശാ വർക്കേഴ്സ് ഒക്കെ വിളിക്കും നമ്മൾ വീടുകളിലേക്ക്. അങ്ങനെ ഒരു ഇൻഫോർമേഷൻ എല്ലാവരും ഒന്ന് കൊടുത്തിരുന്നു പേടിച്ചിട്ട്. ആ വീട്ടിൽ ഇന്നാൾ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അപ്പൊ എന്തിനാ നമ്മൾ ആ പാടിന് കിടക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റൽസിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനെയാ, പുറത്താണ്, ഹോസ്പിറ്റൽസിന്റെ അകത്തല്ല, പുറത്ത് ഇതുപോലെ ചെറിയ എന്താ പറയാ ഒരു താൽക്കാലിക ടെമ്പററി ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ മരുന്നൊക്കെ പ്രൊവൈഡ് ചെയ്തതും ഒക്കെ. മനസ്സിലായോ? അതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഡിസാസ്റ്ററിലും ഇങ്ങനെയുള്ള അവൈലബിൾ സ്പേസസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ട്രയേജിന് വേണ്ടി ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഏരിയാസ് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അതാണ് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? ഓൾ യൂസബിൾ സ്പേസസ് ഷുഡ് ബി കൺവേർട്ടഡ്. എന്താണ്? ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള സയൻസ് സ്ഥലമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. പോയിന്റ് മനസ്സിലായോ എല്ലാവർക്കും? Okay, next one, introduction or use of a special disaster medical record or medical tag that accompanies the patient at all times. ഇനി ഇത്തരം ഡിസാസ്റ്ററിൽ ഒക്കെ ചെയ്ത് വരുന്ന പേഷ്യൻസിന് വേണ്ടി ഒരു സ്പെഷ്യൽ റെക്കോർഡ്. സാധാരണ ഹോസ്പിറ്റൽസിലെ മെഡിക്കൽ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാ? OP-യിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ, അതുപോലെ ഇൻപേഷ്യന്റ് ആകുന്നവരുടെ റെക്കോർഡുകളൊക്കെ. ഇതെന്താ? ഇതങ്ങനെ വരുന്നതല്ല. ഇത് പെട്ടെന്ന് അവർക്ക് രോഗം വന്നിട്ടോ അല്ലെങ്കിൽ ആക്സിഡന്റ് വന്നിട്ട് വന്നതല്ലല്ലോ, പെട്ടെന്ന് വലിയൊരു ഡിസാസ്റ്ററിൽ നിന്ന് വന്നേക്കുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റെക്കോർഡ്സ് വേറെ ആ വിഭാഗത്തിൽപ്പെട്ട ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിട്ട് ഉണ്ടായ പേഷ്യൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടാഗ് അതിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യാം. മനസ്സിലായോ? കാരണം അവരെ അപ്പൊ ആ രീതിയിൽ നോക്കാം, ഇത് ഡിസാസ്റ്ററിൽ വന്ന പേഷ്യന്റ് ആണ് എന്ന് വേഗം നോക്കാം. മാത്രമല്ല ആ ബാക്കിയുള്ള പേഷ്യൻസിന്റെ റെക്കോർഡ്സിന്റെ കൂടെ അവരുടെ ഡാറ്റയുടെ കൂടെ ഇതൊന്നും കുത്തി കുഴക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അത് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? 4th പോയിന്റ് മനസ്സിലായോ? Yes, and the 5th one, an efficient system of notifying and assigning personnel to specified task. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ടാകണം. അതായത് ഓരോ പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജോലിക്കാർക്ക് ഓരോ സ്പെസിഫൈഡ് ടാസ്കുകൾ കൊടുക്കണം. ഇന്നത് നീ പേഷ്യൻസിനെ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരാണ്, ഷിഫ്റ്റ് ചെയ്ത് വല്ല ചെയറിലോ അല്ലെങ്കിൽ മറ്റേ സ്ട്രെച്ചേഴ്സിലോ ഒക്കെ കൊണ്ടുപോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഒരാൾക്കാർക്ക് കൊടുക്കുന്നു. പെട്ടെന്ന് മെഡിക്കൽ സപ്ലൈസ് എന്ന് പറയുന്ന ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുതരാനായിട്ട് കുറച്ച് ആൾക്കാർ നഴ്സുമാരെ അങ്ങനെ നിയോഗിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റാഫ്സിനും അല്ലെങ്കിൽ ഓരോ പേഴ്സണൽസിനും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാസ്കുകൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം. കാരണം എന്താ? അല്ലെങ്കിൽ എല്ലാവരും കൂടി ആവുമ്പോൾ എന്താ പറയാ, എന്തൊക്കെ കൊടുത്തു, എന്തൊക്കെ കിട്ടിയില്ല, എന്തൊക്കെയാണ് മരുന്നിന് പോയത് ആരാണ്, അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആകും. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ പേഴ്സണൽസിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാസ്കുകൾ കൃത്യമായിട്ട് അലോട്ട് ചെയ്തത് കൊടുക്കാം. അത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ ഒരു സിസ്റ്റം അതൊക്കെ പെട്ടെന്ന് ചെയ്തോളണം. അപ്പൊ അതിന് മുമ്പേ ആ ഡിസാസ്റ്റർ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ഈ കമ്മിറ്റി ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. ഇന്ന കൂട്ടർക്ക് നമുക്ക് അത് കൊടുക്കാം, ഇന്ന കൂട്ടരെ കൂടെ നമുക്ക് ഇന്നത് ചെയ്യിപ്പിക്കാം. ആ കമ്മിറ്റി അതൊക്കെ തീരുമാനം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ. ഓരോ പർട്ടിക്കുലർ ടാസ്ക് ഓരോരുത്തരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പെരുന്നാള്, ഉത്സവമൊക്കെ വരുമ്പോ കമ്മിറ്റികൾ നമ്മൾ രൂപീകരിക്കുന്നുണ്ട്, അല്ലെ? ഉത്സവത്തിന് ഒരു നാടകമൊക്കെ വെച്ചിട്ട് അതിന്റെ എല്ലാ ചാർജും ഇന്ന ഗ്രൂപ്പിന്, ആ ഗ്രൂപ്പിന് കൊടുത്തു, അല്ലെ? വെടിക്കെട്ട് അത് ഇന്ന ഗ്രൂപ്പിന് അങ്ങോട്ട് കൊടുത്തു. അവരാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അവരെ ബുക്ക് ചെയ്യുക, അവർക്ക് വേണ്ട പേയ്മെന്റ് കൊടുക്കുക, അവരെ നിയന്ത്രിക്കുക, നിയന്ത്രണമൊക്കെ കയ്യിൽ നോക്കും, അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് അവരും. അപ്പൊ ഓരോന്നിനും കമ്മിറ്റി ഉണ്ട്. അതുപോലെ ഡിസാസ്റ്റർ പ്ലാനിലും ഈ കമ്മിറ്റിക്കാര് they have to include or assign specified tasks to
ഈച്ച് ആൻഡ് എവറി സ്റ്റാഫ് പേഴ്സണൽസിന് ആ ടാസ്കുകളൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മെഡിക്കൽ കമാൻഡ് എന്ന് വെച്ചാൽ ഇന്ന കാര്യം ഇന്ന ആൾക്കാർ ചെയ്യണം എന്നൊരു കമാൻഡ് കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു യൂണിയൻ. അതിന് എന്ന് വെച്ചാൽ ഒരു ഏകീകരിച്ച ഒരു കമാൻഡ് പറയാനോ ചെയ്യിപ്പിക്കാനോ ഉള്ള ഒരു അധികാരം അത് ഏതെങ്കിലും ആളുകളിലേക്ക് കൊടുക്കുക. ഇന്ന കാര്യം ചെയ്യാനുള്ള ഒരു അധികാരം പറയാനുള്ള ഒരു വ്യക്തിയാണ്. അതാണ് യൂണിഫൈഡ് മെഡിക്കൽ കമാൻഡ് ചെയ്യാനുള്ള ഒരു അധികാരം. അത് ഒരാൾക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ നടത്തുന്ന ആ ഒരു ഗ്രൂപ്പിനോ മാത്രം കൊടുക്കുക. ആള് പറയുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാ ബാക്കിയുള്ളവർ പ്രവർത്തിക്കട്ടെ. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് പറയുന്നത് കേട്ട് ഇവര് പറയുന്നത് കേട്ട് എല്ലാവരും പറയുന്നത് കേട്ട് ആകെ ഒന്നും ഉണ്ടാവില്ല അവസാനം വരുമ്പോ. അതിന് പകരം ഒരു യൂണിഫൈഡ് കമാൻഡിങ് സിസ്റ്റം, ആ ഒരു സിസ്റ്റം പറയുന്ന രീതിയിൽ ബാക്കിയുള്ള പ്രൊഫഷണൽസ് അതുപോലെ പേഴ്സണൽസ് ഒക്കെ പ്രവർത്തിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു യൂണിഫൈഡ് കമാൻഡിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം, മെഡിക്കൽ കമാൻഡ് ഉണ്ടായിരിക്കണം അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്ററിന്റെ സമയത്ത്. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? Okay, then the next one, a probable self-sustaining ability in the area of basic utilities and supplies for a minimum of 1 week. അതിന്റെ മുഴുവൻ ആവശ്യമൊന്നുമില്ല. ബേസിക് യൂട്ടിലിറ്റീസ് ആൻഡ് സപ്ലൈസ് ഫോർ എ മിനിമം ഓഫ് 1 week, അത്രയും മതി നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ആ കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യണം? ഒരാഴ്ചയെങ്കിലും, അവർക്ക് ഒരാഴ്ചത്തേക്കെങ്കിലുമുള്ള എന്താ പറയാ അടിസ്ഥാന സൗകര്യങ്ങള്, അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങള് നിറവേറ്റാൻ പറ്റുന്ന സാധനങ്ങള്. ബേബി ചിലപ്പോ ഡിസാസ്റ്റർ ആണ്, എല്ലാം നശിച്ചു പോയിട്ടുണ്ടാകും, വീടടക്കമൊക്കെ. അപ്പൊ അവർക്ക് ഒന്ന് മാറാനുള്ള ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ ഭക്ഷണം ഒരു ദിവസം ഒരു നേരമെങ്കിലും കഴിക്കാനുള്ള ഫുഡും മറ്റു കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരാഴ്ചത്തേക്കെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് ഹോസ്പിറ്റൽസിന്റെ ഡിസാസ്റ്റർ പ്ലാനിനകത്ത് ഉണ്ടായിരിക്കണം. അവർക്ക് അതൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഇവർക്ക് ചിലപ്പോ ആരും ഉണ്ടാവില്ല, എല്ലാവരും ചിലപ്പോ ആ ദുരന്തത്തിൽപ്പെട്ടവരായിരിക്കാം. അപ്പൊ ഇവരെ വന്ന് നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കൊണ്ടുതരാനോ നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ അത് മാറാനൊക്കെ ആരെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുതരും അല്ലേ? അങ്ങനെയല്ലേ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ ഉണ്ടാകുക ചെയ്യാം. പക്ഷെ ഇവിടെ ദുരന്തത്തിൽ ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ആയിപ്പോയിട്ടാണ്. അപ്പൊ ആരുമില്ല, നോവണിത് വന്ന് അന്വേഷിക്കാനും കാര്യങ്ങൾ നോക്കാനും ഒക്കെ ബേസിക് നീഡ്സ് ഒക്കെ നടപ്പിലാക്കി തരാൻ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ വരാൻ ആരുമില്ല. അത്തരം സാഹചര്യത്തിലായിരിക്കും ചിലപ്പോ ഈ പേഷ്യൻസ് വന്നേക്കണം. അപ്പൊ ബേസിക് യൂട്ടിലിറ്റീസ് അതുപോലെ തന്നെ അവർക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുക. അത് പറഞ്ഞിട്ട് ഒരു മിനിമം ഒരു വീക്കിലേക്കെങ്കിലും ഒരാഴ്ചത്തേക്കെങ്കിലും ഉള്ളത് ഹോസ്പിറ്റൽസ് അപ്പൊ കരുതിക്കൊള്ളുന്നവർക്കൊക്കെ കൊടുക്കാൻ. ഓക്കെ, ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നവർക്ക് അതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതല്ലാതെ വേറെ നിവർത്തിയില്ല, കാരണം വേറെ ആരും കൊടുക്കാനില്ല. അതന്നെ കാര്യം. Then ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ വിത്ത് എ ഡിസൈൻഡ് സ്പോക്സ്മാൻ. ഒരു വക്താവ് ഉണ്ടായിരിക്കണം. വക്താവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആളിനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള്. ആർക്ക് വേണ്ടിയിട്ട്? അതായത് ഹോസ്പിറ്റൽസിൽ ഇതുപോലെ എന്താ പറയാ കൊണ്ടുവന്നിരിക്കുന്ന എന്താ പറയാ ഡിസാസ്റ്ററിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ഒക്കെ എന്താ പറയാ അവരുടെ റിലേറ്റീവ്സോ കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ വരും ചോദിക്കാനൊക്കെ അല്ലെ, ആളെ എവിടെ കൊണ്ടുപോയിരുന്നു, ആളുടെ സ്ഥിതി എന്താ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അവർക്ക് സംശയങ്ങളും ഉണ്ടായിരിക്കും ചോദിക്കാൻ. അപ്പൊ അതൊക്കെ പറഞ്ഞ് അത്തരം കാര്യങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ ഒരു പബ്ലിക് ഇൻഫോർമേഷൻ ഒരു സെന്റർ ഒരുക്കണം. മനസ്സിലായ? വൈസ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരും. അപ്പൊ അവരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ അവർക്കൊക്കെ ഒരു ആൻസർ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഒരു പബ്ലിക്, ഒരു പൊതുവായ ഒരു ഇൻഫോർമേഷൻ സെന്റർ ഓപ്പൺ ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽസിൽ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. കാരണം എൻക്വയറി പോലെ ഹോസ്പിറ്റൽസിൽ സാധാരണ ഒരു എൻക്വയറി ഉണ്ട് അവിടെ അല്ലെ? അതന്നെ ഹെൽപ്പ് ഡെസ്ക് പോലെയൊക്കെ സാധാരണ ഒരു നോർമൽ സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റൽസിൽ ഒരു എൻക്വയറി ഉണ്ട്. പക്ഷെ അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല, കാരണം അത്യാഹിതമായിട്ട് ഇതുപോലെ ഡിസാസ്റ്ററിൽ വരുന്നവർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആണ് എല്ലാ ഹോസ്പിറ്റലിലെ അഡീഷണൽ സർവീസസ് ആണ് ഇതെല്ലാം അല്ലെ? അധികമായിട്ടുള്ള ഒരു സേവനം കൊടുക്കുന്നതാണ്. അപ്പൊ അവിടേക്ക് അവരുടെ മാത്രം കാര്യങ്ങൾ അന്വേഷിക്കാൻ, ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അന്വേഷിക്കാനും മറ്റുമൊക്കെ വരുന്ന ആളുകൾക്ക് ഉത്തരങ്ങൾ കൊടുക്കുക, അവരുടെ ഇൻഫർമേഷൻസ് അതനുസരിച്ച് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഡെസ്ക് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ ഉണ്ടായിരിക്കണം. അത് നന്നായി പറയാൻ പറ്റിയ ആള്, സ്പോക്സ്മാൻ. കണ്ടോ, ഡിസൈൻഡ് സ്പോക്സ്മാൻ എന്ന് പറഞ്ഞേക്കണം. അതിന് പറ്റിയ ഒരാളായിരിക്കണം, അല്ലാണ്ട് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഓക്കെ, ലാസ്റ്റ് വൺ, സെക്യൂരിറ്റി സിസ്റ്റം ടു മിനിമൈസ് ദ പ്രസൻസ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, ഒരു നല്ല സെക്യൂരിറ്റി സിസ്റ്റവും ആ സമയത്ത് എന്താ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി സിസ്റ്റം.
ചിലപ്പോൾ നമ്മൾ കണ്ടില്ലേ സെക്യൂരിറ്റി വെറുതെ അവിടെ ഇങ്ങനെ തുറക്കുന്നതൊക്കെ ചെയ്യും അല്ലെ. പക്ഷെ സെക്യൂരിറ്റീസിന് ഇത്തരം സാഹചര്യങ്ങൾ നല്ല ഇരിക്കാൻ പറ്റാത്ത പണി ഉണ്ടാക്കും. കാരണം അവർക്ക് കൺട്രോൾ ചെയ്യണം അല്ലെ, പല ആളുകളെയും കൺട്രോൾ ചെയ്യണം. പിന്നെ ആവശ്യമില്ലാതെ കുറെ ആൾക്കാർ തിക്കും തിരക്ക് കൂട്ടി നമ്മളെ ഹോസ്പിറ്റൽസിന്റെ ജോലിക്കാരൊക്കെ പാനിക്കാക്കുന്ന രീതിയിൽ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അന്വേഷിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല വെറുതെ ആവശ്യമില്ലാത്ത വണ്ടി വാഹനമൊക്കെ കയറും വരും. അതുപോലെ റിസപ്ഷന്റെ അവിടെ ഭയങ്കര ക്രൗഡ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ട്രയേജ് മര്യാദയ്ക്ക് നടത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ തിക്കും തിരക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഒരു നല്ല സെക്യൂരിറ്റി സിസ്റ്റവും ഡിസാസ്റ്ററിന്റെ സമയത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഡിസാസ്റ്റർ പ്ലാനിങ് കമ്മിറ്റീസ് അത് തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ അത്രയും സാധാരണ സെക്യൂരിറ്റി സിസ്റ്റം പോരാ. അപ്പൊ വേറെ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി ആയിട്ട് നിർത്തണം. ഹോസ്പിറ്റൽസിലാവുമ്പോ 1, 2, 3 സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫ്ലോർ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരണം. പിന്നെ രാത്രി നൈറ്റ് ഒക്കെ എടുത്തിരുന്ന ആൾക്കാർ പകരം ചിലപ്പോ വീട്ടിലായിരിക്കും. അപ്പൊ അവരെ വിളിച്ചു വരുത്താൻ പറ്റുമെങ്കിൽ അവരെയൊക്കെ കൊണ്ടുവരണം. അങ്ങനെ പ്രോപ്പർ ഫംഗ്ഷനിങ്ങിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഈ പറഞ്ഞ ഒരുപാട് എന്താ പറയാ തിരക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിന് സാധിക്കും. ക്ലിയർ ആയോ? സോ ദീസ് ആർ ദ എസെൻഷ്യൽസ്. ഈ ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട ചില ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ. ക്ലിയർ ആയോ? 9 പോയിന്റ് ഉണ്ടായിരുന്നു. 9 പോയിന്റ് ഒന്ന് മനസ്സിലായോ? ഒന്ന് നോക്കിയേ, വായിച്ചു നോക്കിയേ ഒന്ന് വേഗം. ക്ലിയർ ആണോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. യെസ്, ഇനി നമ്മുടെ ഡിസാസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. ഡിസാസ്റ്ററിന്റെ കുറെ അറേഞ്ച്മെന്റുകൾ. അപ്പൊ അതിന് ചില എന്താ പറയാ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഡിസാസ്റ്റർ ഓർഗനൈസേഷനില് ഷുഡ് ഇൻക്ലൂഡ് സം കീ പേഴ്സണൽസ്. നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ അകത്ത് അറേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ കുറെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ജോലിക്കാര് എന്താ പറയാ എന്താ പറയാ ഒരു അധികാരികൾ അല്ലെങ്കിൽ ജോലിക്കാർ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അവർക്ക് കൊടുക്കേണ്ട അധികാരങ്ങൾ എന്തൊക്കെ അവര് ഓരോരുത്തരും ചെയ്യണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആരാണോ ആ ഡിസാസ്റ്ററിന്റെ അറേഞ്ച്മെന്റുകളൊക്കെ നടത്തുന്നത് അവര് കൃത്യമായിട്ട് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ അധികാരം, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ. And a senior member from amongst the medical staff. നമ്മുടെ ഹോസ്പിറ്റൽസിനകത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ ഒരുപാട് പേരുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു സീനിയർ മെമ്പർ, ഏറ്റവും ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ആളാണ് സീനിയർ മോസ്റ്റ് പേഴ്സണെ ഷുഡ് ബി നോമിനേറ്റഡ് ആസ് ചീഫ് ഓഫ് ഡിസാസ്റ്റർ. ആളെ എന്ത് ചെയ്യണം, ചീഫ് ഓഫ് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ എന്താ പറയാ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു മുഖ്യൻ ചീഫ് എന്നുള്ള ഫീൽഡിൽ നോമിനേറ്റ് ചെയ്തിരിക്കണം. ആരെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്? അങ്ങനെ നോമിനേറ്റ് ചെയ്യേണ്ടത് വെറുതെ ഒരാളല്ല, സീനിയർ മെമ്പർ ഓഫ് ദ മെഡിക്കൽ സ്റ്റാഫ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒരു സീനിയർ മെമ്പർ ഫ്രം എമംഗ്സ്റ്റ് ദ മെഡിക്കൽ സ്റ്റാഫ് ഷുഡ് ബി നോമിനേറ്റഡ് ആസ് ചീഫ് ഓഫ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ്. ചീഫ് ഓഫ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് ആയിട്ട് ഇയാളെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കണം. ഓക്കെ, ഇനി ആ ആള് എന്ത് ചെയ്യണം, ഹാവ് അസൈൻഡ് സം ഡ്യൂട്ടീസ്. ആളുടെ എന്താ പറയാ ചിലപ്പോ പുള്ളിക്കാരന് വരാൻ പറ്റിയില്ല. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം, തന്റെ ഈ ജോലി അല്ലെങ്കിൽ ചീഫ് എന്നുള്ള ആ ഒരു ജോലി താനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ആൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പുള്ളിക്ക് ആ ഒരു
ഡിസാസ്റ്റർ ഓപ്പറേഷൻ സമയത്ത് വരാൻ പറ്റിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിന് പകരം വേറൊരാളെ ഡെപ്യൂട്ടി ചീഫ് ആയിട്ട് എന്താ പറയാ പേഴ്സൺ ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഓപ്പറേഷൻസിന്റെ ഒരു ഡെപ്യൂട്ടി ആളായിട്ട് ആളുടെ ജോലി ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. അതായത് ഒരാളെ കൂടി അവിടെ കണ്ടുവച്ചേക്കണം. ഈ ആളുടെ അബ്സെൻസിൽ ചിലപ്പോ ചീഫ് ഓഫ് ഡിസാസ്റ്റർ അന്ന് ചിലപ്പോ സ്ഥലത്തില്ല, അല്ലെങ്കിൽ ആള് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇല്ല, അവൈലബിൾ അല്ല എങ്കിൽ ആൾക്ക് പകരം ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തനായ ഒരാളെ നമ്മൾ കണ്ടുവച്ചിരിക്കണം. അത് ഒരു ഡെപ്യൂട്ടി, ഒരു ഓൾട്ടർനേറ്റ് ഒരു വ്യക്തിയെ കൂടി നമ്മൾ കണ്ടുവച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. എ സീനിയർ മെമ്പർ ഫ്രം എമംഗ്സ്റ്റ് എന്നുള്ള സെന്റൻസ് ഓഫ് ഡിസാസ്റ്റർ ഓപ്പറേഷൻസ് വരെ ആദ്യത്തെ സെന്റൻസ് മാത്രം സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗം കേട്ടോ. And the plan also should കൺവേ, അവര് ആ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവരത് കൃത്യമായിട്ട് എഴുതിയും അതുപോലെ തന്നെ പറഞ്ഞും ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ചിലപ്പോ പറഞ്ഞു മാത്രം കൊടുത്താൽ ചിലപ്പോ കാര്യങ്ങൾ വ്യക്തമാവില്ല. അപ്പൊ നേരത്തെ കൂട്ടി എഴുതിയൊക്കെ തയ്യാറാക്കി വെക്കാം. ആരൊക്കെയാണോ ആ ഡിസാസ്റ്റർ പ്ലാനില് കമ്മിറ്റിയിൽ മറ്റൊക്കെ ഉള്ളത് അവർക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് സ്പെൽ ഔട്ട് ചെയ്യുക, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആൻഡ് ഓൾസോ ഷുഡ് ബി റിട്ടൺ, എഴുതിയും തയ്യാറാക്കിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിന്റെയൊക്കെ ഓരോ കോപ്പീസ് ഈച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. അവിടുത്തെ ആരാണോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അവരത് സൂക്ഷിക്കണം. മനസ്സിലായോ? അതായത് എന്തൊക്കെ ഡ്യൂട്ടീസ് ഓരോരുത്തർ ചെയ്യണം എന്നുള്ളത് റിട്ടൺ ആയിട്ടും അതുപോലെ തന്നെ സ്പെല്ല് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കി നിങ്ങൾ ചെയ്തു, അങ്ങനെയല്ല, അത് എഴുതി കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക. അതിന്റെയൊക്കെ ഓരോ കോപ്പീസ് ഈച്ച് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം, ആ ഒരു കീ പേഴ്സൺ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ, അവരത് സൂക്ഷിച്ചു വെക്കുകയും വേണം. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് സെന്റൻസുകളാണ്. ദ പ്ലാൻ മസ്റ്റ് പുട്ട് ഇൻ ടു റൈറ്റിംഗ്, സ്പെല്ലിംഗ് ഔട്ട് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എവ്രി വൺ ഇൻവോൾവ്ഡ്. അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ആ പറയുന്ന കാര്യങ്ങൾ എഴുതി പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിരിക്കണം. അതിന്റെ ഒരു കോപ്പി, എ കോപ്പി ഓഫ് ദ പ്ലാൻ ഷുഡ് ബി അവൈലബിൾ ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നോൺ ടു ഓൾ കീ പേഴ്സണൽ ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെന്റ്. ആ രണ്ട് സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായോ സെന്റൻസിന്റെ അർത്ഥം? അർത്ഥത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഇനി അപ്പൊ നമുക്ക് അസൈൻ ചെയ്ത് തന്ന റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാൻ ആ എല്ലാ ആൾക്കാരും എന്തായാലും എന്താണ് നിർബന്ധിതരാണ്. They have to do their responsibilities. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അവർക്ക് കൊടുത്തിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എ ഹോളിഡേ, ഇന്ന് അവധിയാണ്, ഇന്ന് ഞങ്ങൾ വരില്ല, അങ്ങനെ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല. ഡിസാസ്റ്ററിന്റെ സമയത്ത് ഹോളിഡേസ് ഒന്നും നോക്കാൻ പറ്റില്ല. ആ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. ഈവൺ ഇഫ് ഇറ്റ് ഈസ് എ ഹോളിഡേ ആണെങ്കിൽ പോലും. അപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഓരോ പേഴ്സൺസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺസ് അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Assignment of responsibilities should be fixed within each department. The plan they have to be activated even on a holiday. The plan എന്ന് പറഞ്ഞാൽ ഏതാ? ഡിസാസ്റ്റർ പ്ലാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആ ദായുടെ മുമ്പിൽ ഒരു ഡിസാസ്റ്റർ ചേർത്തോ, ഡിസാസ്റ്റർ പ്ലാൻ ആണ്. ദായുടെ മുമ്പിലല്ല, ദാ കഴിഞ്ഞിട്ട്. The disaster plan may have to be activated even if it is a holiday. Clear ആയോ? ആ രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ദിവസം ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഇത്രയും വരെ എല്ലാവരും നന്നായിട്ട് വായിച്ചു നോക്കുക. ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല, പക്ഷെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, സീ യു, അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ, താങ്ക് യു. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിട്ട് പോയി, നന്നായി എഴുതണേ. ഓൾ ദി ബെസ്റ്റ്, നന്നായി എഴുതുക. Okay, thanks.